ഫാമിലി ആയിട്ടും കപ്പിളായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ പോകാൻ പറ്റിയൊരു കിടിലം വഴി. വീഡിയോ എടുക്കണമെന്ന് പ്രത്യേകിച്ച് ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വീഡിയോ ഒന്നും എടുത്തില്ല. ഈ കാണുന്നതാണ് ഭൂതത്താങ്കെട്ട് അണക്കെട്ട്. നമ്മുടെ വണ്ടിയുടെ വർക്ക് ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പെയിന്റിങ് മാത്രമേ പെൻഡിങ് ആയിട്ടുള്ളൂ. അതും കൂടെ കഴിഞ്ഞ് നമ്മുടെ വണ്ടിയുടെ ഫുൾ വർക്ക് കഴിഞ്ഞു. ഏകദേശം 2 കൊല്ലമായിട്ട് ഞാൻ കോതമംഗലത്ത് പഠിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇതിന്റെ ഉള്ളിൽ ഇതുവരെ പോയി നോക്കിയിട്ടില്ല. ഒരു ദിവസം അതിന്റെ ഉള്ളിൽ കയറി നോക്കണം. അതേപോലെ ഞാൻ ഈ നിൽക്കുന്ന പാലത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ്, അതിന്റെ അടിയിലും ഫോട്ടോ എടുക്കാൻ പറ്റിയ കിടിലം പ്ലേസ് ആണ്. ഞാൻ വീഡിയോ എടുക്കാനായിട്ട് താഴെ നിന്ന് കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല. നമ്മൾ പോണത് ഈ വഴിയാണ്, ഇടമലയാറ് വഴിയാണ് നമ്മൾ പോണത്. ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 2 സ്ഥലത്ത് പോകാം. ഇടമലയാറ് ഡാമിലും പോകാം, അതേപോലെ തന്നെ വടാട്ടുപാറയും പോകാം. വാട്ടർഫാൾസ് ഉണ്ട്. വാട്ടർഫാൾസ് ചെറിയ രീതിയിൽ. നല്ല വെയിലായതുകൊണ്ട് തന്നെ വാട്ടർഫാൾസ് ഒക്കെ ഇവിടെ ഉണ്ടോ എന്ന് പോയി കണ്ടറിയണം. അതേപോലെ നമ്മുടെ കോതമംഗലത്തൊക്കെ അത്യാവശ്യം നല്ല ചൂടാണിപ്പോൾ. ഈ ചൂടത്ത് പോകാൻ പറ്റിയൊരു കിടിലം വഴിയാണിത്. ഫാമിലി ആയിട്ടും കപ്പിളായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ പോകാൻ പറ്റിയൊരു കിടിലം വഴി. ഇവിടെയൊക്കെ വണ്ടി നിർത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ ഫോറസ്റ്റിൽ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ കണ്ടു കഴിഞ്ഞാൽ ഇത്തിരി സീനാക്കും. വണ്ടിയൊക്കെ നിർത്തി ഇറങ്ങുന്നവർ സൂക്ഷിക്കണം. ആന ഇറങ്ങുന്ന സ്ഥലമാണിത്. ഈ ഒരു സ്ഥലം ഏതോ ഒരു റീലിൽ വൈറലായ സ്ഥലമാണ്. അങ്ങോട്ട് പോയാൽ ഇടമലയാറ് പോകാം, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വടാട്ടുപാറയും പോകാം. എന്തായാലും ഇവിടം വരെ വന്നു, ഇനിയൊന്ന് വടാട്ടുപാറയും പോയേക്കാം. ആ വഴി കുറച്ച് നേരെ ഇങ്ങ് വന്നു കഴിയുമ്പോൾ ഇതേപോലെ ഒരു ആൽമരം കാണും. ഈ ആൽമരത്തിന്റെ ഇവിടുന്ന് ഈ കാണുന്ന വഴി കൂടെ വേണം നമുക്ക് പോകാൻ. ഇത് നേരെ ചെല്ലുന്ന ഒരു ടാറിട്ട് റൂട്ടിൽ ചെന്ന് കയറും. അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തും. കാടിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ സൂക്ഷിക്കണം. ആനയൊന്നും അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ ഇവിടെയുള്ള നാട്ടുകാർ പശുവിന് കെട്ടാറില്ല എന്ന് തോന്നുന്നു. പശുവൊക്കെ അതിൽ നടക്കും. അതൊരു കയറ് പോലും ഇല്ലാണ്ട്. ഈ വഴി നേരെ ചെന്ന് കയറുന്ന ഒരു പാറയുടെ മുഖത്തേക്ക്. ഈ വണ്ടി ഇവിടെ ഒതുക്കി വെച്ചിട്ട് നമുക്ക് പോയി നോക്കാം. ഇതിനു മുന്നേ ഞാൻ ഇവിടെ വരാൻ നേരത്തോടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഇപ്പം തിരക്കില്ലാത്തതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, വെള്ളം പറ്റ കുറവാണ്. ഇതിനു മുന്നേ ഇവിടെ വരാൻ നേരത്ത് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു. ഈ വെള്ളം ഇതിലേ ഒഴുകിപ്പോയി താഴെ ചെന്ന് അവിടെ ഒരു കുഴി ചെന്ന് വീഴും. അത് കാണാൻ അടിപൊളിയാണ്. മഴയുടെ സമയത്താണ് വരണമെങ്കിൽ നമുക്ക് ഈ വഴിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റത്തില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളമായിരിക്കും. താഴോട്ട് ചെറിയ രീതിയിൽ വെള്ളമുണ്ട്. നീന്താൻ പറ്റിയ രീതിയിലൊന്നും ഇല്ല, എന്നാലും കുറച്ച് വെള്ളമുണ്ട്. കുളിക്കാനൊക്കെ ഇറങ്ങാൻ പറ്റും. അതിൻ്റെ അപ്പുറത്ത് ആരോ നിന്ന് ചൂണ്ടിടുന്നുണ്ട്. ആ ഒരു പുള്ളി അല്ലാണ്ട് ഇവിടെ വേറെ ആരുമില്ല. കൗതുകം കുറച്ച് കൂടിയിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ മേലേക്ക് ഇറങ്ങാൻ എൻ്റെ പൊന്നെ ഒടുക്കത്തെ കയറ്റവും അതേപോലെ തന്നെ ചൂടും. ഈ ഒരു ടൈമിലാണ് വരുന്നതെങ്കിൽ നമുക്ക് നീന്താനൊന്നും പറ്റിയില്ലെങ്കിലും അടിപൊളിയായിട്ട് ഫോട്ടോസ് എടുക്കാം. വെള്ളമുള്ള ടൈമിൽ നിങ്ങൾ വരുന്നതെങ്കിൽ ഇവിടെ ഒന്ന് മാക്സിമം ഇറങ്ങരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇത് കണക്കുള്ള കുഴിയാണ്. വടാട്ടുപാറ വന്നില്ലെങ്കിലും ഇങ്ങോട്ട് വരുന്ന വഴിയുണ്ടല്ലോ, ഈ ഒരു വേനൽക്കാലത്ത് പോകാൻ പറ്റിയൊരു കിടിലൻ വഴിയാണ്. എന്തായാലും ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ നാളെ കാണാം.